താങ്കൾ ഈ പ്രവാസി മേഖലയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെടുന്ന വ്യക്തി കൂടിയാണ്. പ്രവാസികൾ കുവൈറ്റ് അപകടത്തിൽ നേരിടുന്ന വെല്ലുവിളി ചെറുതല്ല. സർക്കാരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് പര്യാപ്തമാണോ ഇതുവരെയുള്ള ഇടപെടലുകൾ? താങ്കൾക്ക് അവിടുത്തെ പ്രവാസികളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു? ഈ അപകടം, നിലവിലുള്ള സാഹചര്യവും അതെങ്ങനെയാണ് താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരം? അതായത് ഈ ബിൽഡിങ്ങില് ഒരു സംവിധാനങ്ങൾ വേണ്ടത്ര ഇല്ലാത്ത ഒരു കെട്ടിടമാണ് എന്ന ഇൻഫർമേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. പെട്ടെന്ന് തീ പടർന്ന സമയത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ഒരു സാഹചര്യമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഏതായാലും അപകടം നടന്നു. അവിടുത്തെ ഗവൺമെന്റ് ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയ്ക്കല്ലേ പറയാനാവുകയുള്ളൂ. ഏതായാലും അപകടത്തിൽ മരണപ്പെട്ട മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തണം. അതുപോലെ മരണമടഞ്ഞവർക്ക് സാമ്പത്തിക സഹായം കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് നൽകേണ്ടതുണ്ട്. ഇപ്പൊ നിലവിൽ പ്രഖ്യാപിച്ച സംഖ്യ അപര്യാപ്തമാണ്. അപ്പൊ അതുകൂടി ഗവൺമെന്റുകൾ പരിഗണിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. പരിക്കേറ്റ ആളുകൾക്ക് നല്ല ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് എന്നാണ് കുവൈറ്റ് ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് സ്വാധാരണമായിട്ടുള്ള കാര്യമാണ്. ഈ നമ്മുടെ നാട്ടിലെ കാണാതായിട്ടുള്ള ആളെ കുറിച്ചുള്ള വിവരം പെട്ടെന്ന് തന്നെ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. അപകടത്തിൽ പെടാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണുള്ളത്. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന്. ആശങ്കയുണ്ടാവുകയാണ് പല